വിശുദ്ധരായ ജോൺ ഹഫ്ടണും റോബർട്ട് ലോറൻസും അഗസ്റ്റിൻ വെബ്സ്റ്ററും. അനുഗ്രഹീതരായ ഈ രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ്. വിശുദ്ധ ജോൺ ഹഫ്ടൺ 1487 എസെക്സിൽ ജനിച്ചു. റോച്ചസ്റ്റർ മെത്രാനായ വിശുദ്ധ ജോൺ ഫിഷർ കേംബ്രിഡ്ജിൽ ചാൻസലർ ആയിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉപരിപഠനത്തിനായി എത്തി. കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി. മാതാപിതാക്കന്മാർ ജോണിനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം കാർത്തൂസിയൻ സഭയിൽ ചേർന്നു. മാംസവർജനവും മൗനവും നിരന്തര ഉപവാസവും പ്രാർത്ഥനയും അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നു. എളിമ അദ്ദേഹത്തിന്റെ പ്രത്യേക സുഹൃതമായിരുന്നു. തന്നിമിത്തം 1531 നോട്ടിംഗ്ഹാംഷെയറിൽ അദ്ദേഹം സുപ്പീരിയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജോൺ ഹഫ്ടൺ സുപ്പീരിയറായി 2 വർഷം തികഞ്ഞപ്പോഴാണ് ഹെൻറി 8-ാമന്റെ കാതറിൻ ഓഫ് അരഗനെ ഉപേക്ഷിച്ചത്. പുതിയ ഭാര്യ ആൻ ബോലിന്റെ കുട്ടികളെ ന്യായമായ കിരീടാവകാശികളായി സ്വീകരിച്ചു കൊള്ളാമെന്ന് 16 വയസ്സിന് മേലുള്ളവരെല്ലാം സത്യം ചെയ്യണമെന്ന് പാർലമെന്റിൽ നിയമമുണ്ടായി. എന്നാൽ പ്രിയോർ ജോൺ ഹഫ്ടണും പ്രോക്കുറേറ്റർ ഹംഫ്രി മിഡിൽമോറും നിയമത്തിന് മുന്നിൽ സത്യം ചെയ്യാൻ തയ്യാറായില്ല. അതിനാൽ തന്നെ അധികാരികൾ അവർ രണ്ടുപേരെയും ജയിലിൽ അടച്ചു. ലണ്ടൻ ടവറിൽ തോമസ് മൂറും ബിഷപ്പ് ജോൺ ഫിഷറും ഉണ്ടായിരുന്നു. പ്രിയോർ ജോൺ ഹഫ്ടണും ഷീനിലെ ചാർട്ടർ ഹൗസിൽപ്പെട്ട ഒരു സന്യാസി ഡോം അഗുസ്റ്റിൻ വെബ്സ്റ്റർ, ബൊവയിലെ പ്രിയോർ ഡോം റോബർട്ട് ലോറൻസ് എന്നിവർ ദൈവനിയമത്തിന് വിരുദ്ധമല്ലെങ്കിലും എന്ന വ്യവസ്ഥ ചേർത്ത് സത്യം ചെയ്തു. എന്നാൽ ക്രോംവെൽ അത് സ്വീകരിച്ചില്ല. അവരെയെല്ലാം രാജ്യദ്രോഹികളായി വിധിയെഴുതി. ഇതേ തുടർന്ന് 1535 മെയ് 4-ാം തീയതി 3 പേരുടെയും കഴുത്ത് ഛേദിച്ചു കളയുവാൻ അധികാരവർഗം തീരുമാനിച്ചു. ജോൺ ഹഫ്ടന്റെ കഴുത്തു മുറിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എത്രയും പരിശുദ്ധനായ യേശുനാഥ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ധാർമ്മിക സത്യത്തിനു വേണ്ടി നിലകൊണ്ട് അവർ അങ്ങനെ ധീര രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി.